Hi friends, welcome back to English Shine Academy. My friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഡിനെ കുറിച്ചാണ്. എന്താണ് ഹാഡ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹാഡ്? ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്താണ് ഉണ്ടായിരുന്നു? നമുക്കറിയാം ഹാവ് എന്താണ് അല്ലേ? ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നല്ലേ? ഐ ഹാവ് എ കാർ, എൻ്റെ അടുത്തൊരു കാർ ഉണ്ട്. ഇതിൻ്റെ പാസ്റ്റ് എന്താ വരിക? ഐ ഹാഡ് എ കാർ, എൻ്റെ അടുത്തൊരു കാർ ഉണ്ടായിരുന്നു. ക്ലിയർ? ഇനി നമുക്ക് എക്സാമ്പിളോട് കിടക്കാം. എക്സാമ്പിളോട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതാണ് പലർക്കും സംശയമുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ഹാഡിൻ്റെ നെഗറ്റീവ് എന്താ വരിക? ഹാഡിൻ്റെ നെഗറ്റീവ് NOT നോട്ടാണോ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ NO നോ മാത്രമാണോ ചേർക്കേണ്ടത്? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഹാവിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഹാസിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഈ രണ്ടിൻ്റെയും പാസ്റ്റായ ഹാഡിൻ്റെ കൂടെ എപ്പോഴും വെർബ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക അല്ലേ? പെർഫെക്റ്റ് ഫോം, വെർബ് തേർഡ് ഫോം. ക്ലിയർ? വെർബ് തേർഡ് ഫോം വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഒരു മൂന്നിൻ്റെയും ശേഷം വെർബ് വരികയാണെങ്കിൽ, വെർബ് തേർഡ് ഫോം വരികയാണെങ്കിൽ നമുക്ക് NOT നോട്ട് ചേർക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ കാർ, ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ഗോൺ. ഓക്കെ, ഐ ഹാവ് ഗോൺ. ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെ വരിക? ഐ ഹാവ് നോട്ടാണ് വരിക. നോട്ട്. എന്താ കാരണം? അതിൻ്റെ കാരണം ഇവിടെ വെർബ് ഉണ്ട് അല്ലേ? ഹാവിന് ശേഷം എന്തുണ്ട്? വെർബ് ഉണ്ട്. വെർബ് വന്നതോടുകൂടി എന്തായി? അതിൻ്റെ നെഗറ്റീവ് എഴുതിൽ എങ്ങനെയാണ്? NOT നോട്ടാണ് ചേർക്കേണ്ടത്. ഇനി വെർബ് ഇല്ലെങ്കിലോ? ഫോർ എക്സാമ്പിൾ, ഈ വിചാരിക്കാം വെർബ് ഇല്ലെന്ന് വിചാരിക്കാം. ഐ ഹാവ് എ കാർ, എൻ്റെ അടുത്തൊരു കാറുണ്ട്, എൻ്റെ അടുത്തൊരു കാറുണ്ട്. അപ്പം ഇതിൻ്റെ നെഗറ്റീവ് എഴുതുമ്പോഴാണ് നോ ചേർക്കേണ്ടത്. ഐ ഹാവ് നോ കാർ, ഐ ഹാവ് നോ കാർ. നോൻ്റെ കൂടെ ഇതുപോലെയുള്ള എക്സ്ട്രാ വേർഡ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ഓക്കെ, എനി അല്ലെങ്കിൽ സംതിങ്, അല്ലെങ്കിൽ സംതിങ് വരില്ല, കാരണം നോ നെഗറ്റീവ് ആകുന്നുണ്ട്. എനി ഉപയോഗിക്കരുത്, എ ഉപയോഗിക്കരുത്, എൻ ഉപയോഗിക്കരുത്, ഇതുപോലുള്ള എക്സ്ട്രാ വേർഡ് ഉപയോഗിക്കരുത്. ഓക്കെ, ഇങ്ങനെ പറയാം, ഐ ഹാവ് നോ കാർ, ഐ ഹാവ് നോ മണി, ഐ ഹാവ് നോ കാർ, ഐ ഹാവ് നോ പെൻ, ഐ ഹാവ് നോ ബൈക്ക്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം. ഹാവ്, ഹാസ്, ഹാഡിൻ്റെ ശേഷം വെർബ് വരികയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് NOT നോട്ട്. അതല്ല ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ NO ആണ് ഉപയോഗിക്കുക, നോ. ഓക്കെ, ഇത് ക്ലിയർ ആയി. ഇനി ഇവിടെ നോക്കാം. ഓക്കെ, ഹാഡിൻ്റെ കൂടെ വെർബ് വരരുത്. ഓക്കെ, ഹാഡ് സിമ്പിൾ, ഹാഡ് മാത്രം വരുന്നത്. ഓക്കെ, ഹാഡ് മാത്രമാണ് വരുന്നതെങ്കിൽ ഇതിന് മെയിൻ ആയിട്ട് രണ്ട് നെഗറ്റീവ് ഉണ്ട്. ഒന്നാമതാണ് ഡിഡൻറ്റ് ഹാവ്. ഓക്കെ, ഡിഡൻറ്റ് ഹാവ്. രണ്ടാമതാണ് ഹാഡ് നോ. സബ്ജക്റ്റ് ഏതാണെങ്കിലും, സബ്ജക്റ്റ് ഷീ ആണെങ്കിലും, ഹി ആണെങ്കിലും, ഐ ആണെങ്കിലും, യു എന്തും ആയിക്കോട്ടെ, ഡിഡൻറ്റ് ഹാവ്. രണ്ടാമതാണ് ഹാഡ് നോ. അപ്പോൾ ഈ രണ്ട് നെഗറ്റീവിൽ എന്താ ഡിഫറൻറ്റ്? ഈ രണ്ട് നെഗറ്റീവിൽ ഡിഫറൻസ് ഇത് നമ്മുടെ സ്റ്റാൻഡേർഡാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു നെഗറ്റീവാണ്. ഐ ഡിഡൻറ്റ് ഹാവ്. ഇതാണ് നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലായിടത്തും ഉപയോഗിക്കാറ്. ഹാഡ് നോ ഉപയോഗിക്കാം, പക്ഷേ ഒരു എന്താണ്, കുറച്ചൊരു ലോ ലെവലാണ്. ഓക്കെ, ബിഗിനർ സ്റ്റേജ്, സിമ്പിൾ. ഇനി നമുക്ക് 1 by 1 എക്സാമ്പിൾ കിടക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഇന്നലെ എൻ്റെ അടുത്ത് 2000 രൂപ ഉണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ അടുത്ത് 2000 രൂപ ഉണ്ടായിരുന്നു. എന്താ പറയാം? ഐ ഹാഡ് 2000 rupees yesterday. ഇന്നലെ നിങ്ങളുടെ കയ്യിൽ ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. എന്ന് പറയാം, യു ഹാഡ് 5000 rupees yesterday. അവളുടെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ കാർ yesterday, അല്ലെങ്കിൽ ബിഫോർ യെസ്റ്റർഡേ, ടുഡേ, എങ്ങനെ പറയാം? ഓക്കെ, ഇനി ഐ ഹാഡ് 2000 rupees yesterday. ഇന്നലെ എൻ്റെ കയ്യിൽ 2000 രൂപ ഉണ്ടായിരുന്നു. ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. ഒന്നാമതാണ് ഡിഡൻറ്റ് ഹാവ്, സ്റ്റാൻഡേർഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ്. ഇങ്ങനെ ഐ ഡിഡൻറ്റ് ഹാവ് 2000 rupees yesterday. ഐ ഡിഡൻറ്റ് ഹാവ് 2000 rupees yesterday. ഇതിൻ്റെ രണ്ടാമത്തെ നെഗറ്റീവാണ് ഹാഡ് നോ. ഐ ഹാഡ് നോ 2000 rupees yesterday. ഐ ഹാഡ് നോ 2000 rupees yesterday. പക്ഷേ നിങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിക്കണമെന്നില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിൽ കിടക്കാം. എന്താണ് രണ്ടാമത്തെ എക്സാമ്പിൾ? മിനിഞ്ഞാന്ന് അവളുടെ കയ്യിൽ ഒരു നീല കാർ ഉണ്ടായിരുന്നു. എന്താ പറയാ? ഷീ. ഓക്കെ,
അവളുടെ. ഷീ ഹാഡ് എ ബ്ലൂ കാർ ബിഫോർ എസ്റ്റർഡേ. മിനിഞ്ഞാന്ന് ബിഫോർ എസ്റ്റർഡേ. ഓക്കെ, ഷീ ഹാഡ് എ ബ്ലൂ കാർ ബിഫോർ എസ്റ്റർഡേ. അവളുടെ കയ്യിൽ മിനിഞ്ഞാന്നൊരു നീല കാർ ഉണ്ടായിരുന്നു. ഇതിന്റെ നെഗറ്റീവ് വരും. ഷീ ഡിഡ്ന്റ് ഹാവ് എ ബ്ലൂ കാർ ബിഫോർ എസ്റ്റർഡേ. അവളുടെ കയ്യിൽ അവളുടെ കയ്യിൽ ഒരു ബ്ലൂ കാർ ഇല്ലായിരുന്നു, നീല കാർ ഇല്ലായിരുന്നു. ഷീ ഡിഡ്ന്റ് ഹാവ് എ കാർ അല്ലെങ്കിൽ എ ബ്ലൂ കാർ ബിഫോർ യെസ്റ്റർഡേ. ഓക്കെ, ഇങ്ങനെയും എഴുതാം. എങ്ങനെ? ഷീ ഹാഡ് നോ ബ്ലൂ കാർ യെസ്റ്റർഡേ അല്ലെങ്കിൽ ബിഫോർ യെസ്റ്റർഡേ എഴുതാം. ഓക്കെ, അപ്പോൾ അത് വേണ്ട, ഇത് പഠിച്ചാൽ മതി. ഇങ്ങനെ ഡിഡ്ന്റ് ഹാവ്. ക്ലിയർ? ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. 5 മിനിറ്റ് മുന്നേ നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. ഒരു 5 മിനിറ്റ് മുന്നേ നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. പറയാ യു ഹാഡ് സംതിങ് എന്ന് പറയാം എന്തോ. യു ഹാഡ് സംതിങ് ഇൻ യുവർ ഹാൻഡ് ബിഫോർ 5 മിനിറ്റ്സ്. യു ഹാഡ് സംതിങ് ഇൻ യുവർ ഹാൻഡ് ബിഫോർ 5 മിനിറ്റ്സ്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. 5 മിനിറ്റ് മുന്നേ നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അവളുടെ കയ്യിലുണ്ടായിരുന്നു, നിന്റെ കയ്യിലുണ്ടായിരുന്നു, ഇതുപോലെ കയ്യിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഡ് ആണ് ചേർക്കേണ്ടത്. ഹാഡ്. ഓക്കെ, ഹാഡ്. അവൻ്റെ കയ്യിൽ ഒരു പേൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഹി ഹാഡ് എ പെൻ. ഓക്കെ, ഇന്ന് രാവിലെ നിങ്ങളുടെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. യു ഹാഡ് എ ബൈക്ക് ദിസ് മോർണിംഗ്. ഓക്കെ, ഇന്ന് രാവിലെ. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, സ്വന്തമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ഡു യു ഹാവ് അല്ലേ? കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? ഡു യു ഹാവ് എ കാർ? നിങ്ങളുടെ കയ്യിൽ കാറുണ്ടോ? ഇനി ഇതിൻ്റെ പാസ്റ്റ് ആണ് വരിക. എങ്ങനെ? ഡിഡ് ചേർക്കാം. ഡിഡ് യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എ കാർ? ഇന്നലെ നിങ്ങളുടെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എ കാർ യെസ്റ്റർഡേ? അപ്പോൾ ഡിഡിൻ്റെ കൂടെ ഹാവ് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ഡിഡ് യു ഹാവ്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ നിങ്ങളുടെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എ കാർ യെസ്റ്റർഡേ? ഡിഡ് ഷീ ഹാവ് സം മണി? 2 വർഷം വേണ്ട, പ്രശ്നം. ഓക്കെ, ഡിഡ് ഷീ ഹാവ് സം മണി? അവളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നോ? ഡിഡ് ഷീ ഹാവ് സം മണി? ഓക്കെ, ഹാവ് ആണ് വരിക, മറക്കരുത്. ഹാസ് എന്ന ഡിഡ് പ്ലസ് ഹാവ്. ഓക്കെ, ഇനി അവൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ടായിരുന്നോ? ഇന്ന് രാവിലെ അവൻ്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. ഡിഡ് ഹി ഹാവ് എ ബൈക്ക് ദിസ് മോർണിംഗ്? ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു 5 മിനിറ്റ് മുന്നേ നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. 5 മിനിറ്റ് മുന്നേ നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് സംതിങ് അല്ലെങ്കിൽ എനിത്തിങ് എന്ന് ചോദിക്കാം. ഡിഡ് യു ഹാവ് സംതിങ് ഇൻ യുവർ ഹാൻഡ് ബിഫോർ 5 മിനിറ്റ്സ്? Okay, before 5 minutes. Clear? Did you have something in your hand before 5 minutes? അല്ലെങ്കിൽ did you have anything? 2 ചോദിക്കാം. ക്വസ്റ്റ്യനിൽ 2 ചോദിക്കാം. സംതിങ്ങും എനിത്തിങ്ങും 2 ചോദിക്കാം. ഓക്കെ, did you have anything in your hand before 5 minutes? 5 മിനിറ്റ് മുന്നേ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ ഡിഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നും പറയാം, ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡിഡ് ആണ് ഉപയോഗിക്കുക. ഡിഡ് പ്ലസ് ഹാവ്. ഓക്കെ, ഡിഡ് ഹാവ്. ക്ലിയർ?